എനിക്ക് ഈ ഒറ്റയക്കം ഭയങ്കര ഇഷ്ടം. ഇട്ട് കൊടുക്കണേന്ന് കേട്ടോ. അതാ ഏറ്റവും ലാസ്റ്റ് ഇടണ എന്താന്ന് വെച്ചാ, അല്ലെങ്കിൽ ഇതോടെ അല്ലേ. അപ്പൊ ചെയ്തിട്ട് അച്ഛനെ വഴക്ക് പറയാറുണ്ടല്ലോ റേഡിയോ ഓഫ് ചെയ്തെന്നൊക്കെ പറഞ്ഞേ. പിന്നെ ചെയ്തന്റെ ക്ലൈന്റ് അവിടെ പോരെ പോരാ. ഇനി ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഒരു 10-20 ദിവസമെങ്കിലും ഇത് ഉണക്കിയിട്ടുണ്ടാവണം കേട്ടോ. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച്. വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു സിമ്പിൾ റെസിപ്പിയാണ്, പിന്നെ ഒരുപാട് പഴക്കമുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോണത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്ക സ്രാവ് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോ എന്താ പറയാ, പണ്ട് അതായത് എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വെക്കാറൊന്നുമില്ല. പണ്ട് ഞാൻ നാട്ടിൽ പോയി, എൻ്റെ അമ്മയുടെ വീട് ചേലക്കര തൃശ്ശൂരാണ്. അവിടെ ചെല്ലുമ്പോൾ അച്ചാച്ചന്, എൻ്റെ അമ്മയുടെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് ഉണക്ക സ്രാവ് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളൊരു കറി. അപ്പൊ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴാണ് അത് കൂട്ടിക്കൊണ്ടിരുന്നത്. വീട്ടിൽ എൻ്റെ അമ്മയൊന്നും വെക്കാറില്ല. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് അമ്മ വീട്ടിൽ വെച്ചിട്ടുണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പൊ ഞാൻ ഇന്ന് അമ്മനോട് ചോദിച്ച് റെസിപ്പിയൊക്കെ എടുത്തിട്ടാണ് ഞാനിതിപ്പോ ചെയ്യാൻ വേണ്ടി പോണത് കേട്ടാ. അപ്പൊ എനിക്ക് അറിയില്ല, ആദ്യമായിട്ടാണ് ഞാനിത് വെക്കണത്. അപ്പൊ ഞാൻ ടെറസിന്റെ മുകളിൽ നിന്ന് ചെയ്യാൻ ഭയങ്കര വെയിൽ. ഇനി ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. അന്ന് നമ്മൾ കുറച്ച് മഞ്ഞളിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. തുറക്കട്ടെ കേട്ടാ. ഇത് കണ്ടില്ലേ, മഞ്ഞൾ നമ്മുടെ വീട്ടിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതപ്പ അമ്മ ഉണക്കി, ചെയ്തേണ്ട അമ്മ ഉണക്കി വെയിലത്തിട്ട്. പക്ഷെ അതെന്താന്നറിയില്ല, ഇതിങ്ങനെ ഇരിക്കണം മഞ്ഞള്, ഈ ചുക്കൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. ഇത് അമ്മ ചെയ്തത് ശരിയായില്ല, അറിയില്ല ഇത് എങ്ങനെ. നമ്മൾ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇത് എങ്ങനെയാണ് ഇതൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതെ, ഇതിന്റെ ടെക്സ്ചർ ഭയങ്കര കട്ടിയാണ് കേട്ടത്, കുടിക്കാനൊന്നും പറ്റില്ല. ഒന്ന് നോക്കട്ടെ, കാണിച്ചു തരാൻ നോക്കട്ടെ കേട്ടാ. ഓ, ഭയങ്കര കട്ടിയായിപ്പോയി. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളില് വന്നിട്ട് ഇരിക്കണത്, കണ്ടില്ലേ. അപ്പൊ ഇത് പൊടിക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല. ഇത് ഈ ഒരു ഇതിലാണ് നമുക്കന്ന് പുഴുങ്ങി ഉണങ്ങി, അതായത് ഒരു 10-20 ദിവസമെങ്കിലും ഇത് ഉണക്കിയിട്ടുണ്ടാവണം കേട്ടാ. ഞാൻ ഇതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് മഞ്ഞളിന്റെ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ബോക്സിലാക്കി അടച്ചേക്കാം. അപ്പൊ നമുക്കിനി താഴത്തേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ, ചെടിക്കന്ന് നമ്മൾ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. മാവ് കണ്ടില്ലേ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു. ആ മരുന്നടിച്ചപ്പോഴുണ്ടല്ലോ എൻ്റെ മക്കളെ, എന്തോരം പൂവാന്നറിയോ ഉണ്ടാവണത്. അതുപോലെ തന്നെ പുതിയ പുതിയ മൊട്ടുകളും, എന്താ പറയാ, ഇതിലൊന്നും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ 1-2 ഉണ്ടായിട്ട് ഇങ്ങനെ പോകും, ഒരു തുമ്പി വന്ന് കടിച്ച് തിന്നും ഉണ്ടാവൂലായിരുന്നു. പക്ഷെ ഉണ്ടല്ല, ഇപ്പൊ അതേ ഫുള്ള് ഇതിന്റെ കൂടാണ്. അതെ, കൂടല്ല, ഫുള്ള് എന്താ പറയാ, മുട്ടുകൾ തിങ്ങി നിക്കണേന്ന് കേട്ടാ. പിന്നെ നമ്മളിങ്ങനെ മരുന്നൊക്കെ അടിക്കണോണ്ട് നമുക്കത് എടുത്ത് മണക്കാനോ പിടിക്കാനോ ഒന്നും പറ്റുമൊന്നുമില്ല. ഇങ്ങനെ കണ്ട് നമുക്ക് എന്താ സന്തോഷിക്കാം കേട്ടാ, അത്രയേ പറ്റുള്ളൂ കേട്ടാ. ഇതിനൊക്കെ മരുന്നടിച്ചിട്ട് ഞങ്ങളുടെ, പിന്നെ നമ്മൾ മൂന്നാറിന്ന് കൊണ്ടുവന്ന ചെടി ഇത് കണ്ട, ഇതിലൊക്കെ ഇത് ഞാൻ മരുന്നടിച്ചിട്ടില്ല കേട്ടോ. ഈ നിക്കണതിലെല്ലാം പൂ ഉണ്ടാവാൻ നിക്കണേന്ന് ഞാൻ കാണിച്ചു തരുന്നത്. കണ്ട, ഇതിലെല്ലാം പൂ ഉണ്ടാവും കേട്ടോ. മുട്ട് കണ്ടില്ലേ, നല്ല ഭംഗിയാ, നല്ലൊരു ലാവൻഡർ കളറാണ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പൊ നമുക്ക് കുറച്ച് റോസ് അധികം നടണം. കണ്ടില്ലേ എന്തോരം ചറവറ പൂവാ, ഞാൻ തന്നെ കണ്ണു വെക്കണം. ചെറിയ ഇതിനൊന്നും മരുന്നിട്ട് കൊടുക്കാൻ പറ്റുമോന്നറിയില്ല. ഇത് കണ്ടില്ലേ, ഇതിന്റെ അരികൊക്കെ ഉണ്ടായി പോവാണ്. അപ്പം മാവൊന്നും കിട്ടണില്ല. അതിന് എന്തിട്ട് ഞാൻ വേറെ ഇത് ഞാൻ അന്ന് കാണിച്ചതാ. പിന്നെ ഇതിൽ ഞാൻ മരുന്നടിക്കണുണ്ട് കേട്ടാ. ഇതിലാണ് ഞാൻ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്തത്. ഇത് നോക്കിയേ, ഇവിടെ കുഞ്ഞ് ചെമ്പരത്തി പലവീനെയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പൊ നമുക്കെന്നാ വീഡിയോയിലോട്ട് പോയാലോ. ചെറിയ വീഡിയോ ആണ് ചെയ്തതെന്ന് അറിയണം കൂടി ഉണ്ടാവില്ല ഞാൻ വീഡിയോ ചെയ്യണം. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ ചെയ്യാറ്, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇപ്പൊ ഞാൻ തേങ്ങ, നമ്മുടെ നല്ല ജീരകം, പെരുംജീരകം അല്ല, നല്ല ജീരകം ഇട്ടിട്ട് നല്ലോണം മഷി പോലെ അരച്ചിട്ടുണ്ട്. കാണിച്ചത് കേട്ടോ. അപ്പൊ
ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്തു വെച്ചത്, നമ്മുടെ വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു നെല്ലിക്കയുടെ അത്ര വലിപ്പമുള്ള പോലെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ള മുളക് പൊടിയൊക്കെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി ആൻഡ് മഞ്ഞപ്പൊടി. ഇതെല്ലാം എടുത്തു വെക്കണമെന്ന് പറയാം. നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം, അതിനാണേ. പിന്നെ ഇതിന്റെ അളവ് എന്നൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല. എല്ലാം നമ്മുടെ ഒരു ഊഹത്തിന് എടുക്കണേണ് കേട്ടോ. നമ്മള് മീൻകറി വെക്കണ പോലെ തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അപ്പൊ ആദ്യം നമ്മളിത് ചൂടാക്കി എടുക്കണം. ചെയ്തേണ്ട അപ്പൊ ഇതേ നമ്മൾ ഇതിന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടാ. കണ്ട, അത്ര മതി. ഇനി നമുക്ക്, ഞാനൊരു ചെറിയ ചട്ടി കേട്ടോ വെച്ചേക്കണല്ലോ. പിന്നെ ഇതാ ഇതിലേക്ക് കൊട്ടാം. ഇനി നമുക്ക് ചൂട്. അപ്പൊ ഞാനിനി പുളിവെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടാ. എന്നിട്ട് ഞാൻ ഒഴിക്കണേ. ഇനി നമുക്ക് വേണം നമ്മുടെ മീൻ മുങ്ങണ അത്രയും വെള്ളം. അപ്പൊ ഈ പുളി ഇങ്ങനെ കളയണ്ടല്ലോ. അമ്മ അങ്ങനെ ഉണ്ട പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ അതുപോലെ തന്നെ ഒഴിക്കുകയാണ്. ഇച്ചിരിയും കൂടെ വേണം. നമുക്ക് ചാറൊക്കെ വേണ്ട രീതിയിലാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പില ഇടണോന്ന് എനിക്കറിയില്ല. വേപ്പില വേണോന്ന് അറിയില്ല. ഇട്ട് കൊടുക്കണേണ് വേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇത് ഈ കറിയൊക്കെ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടുമോന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടാ. നമ്മള് വാരാപ്പുഴയിൽ പോയിട്ടാണ് നമ്മള് ഈ ഉണക്കമീൻ വാങ്ങിയേക്കണത്. ഒരാൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. 12:45 എന്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറി ഇങ്ങനെ തിളക്കണം. നന്നായിട്ട് തിളച്ചു വരുമ്പോഴാണ് നമുക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാനിത് കുറച്ചെടുത്ത് വറക്കാം ഇത്തിരി. കാരണം ചിലപ്പോ കറി ആരും കൂട്ടിയില്ലെങ്കിലോ. ഞങ്ങൾ ഇന്നലെ ഒരു സിനിമ കണ്ടു കേട്ടോ, പ്രകമ്പനം എന്ന് പറഞ്ഞിട്ട് സിനിമ. മറ്റേ ആരൊക്കെയാണ്, നമ്മുടെ ഗണപതി, സാഗർ സൂര്യ, പിന്നെ നമ്മുടെ നവാസ്കയുടെ ലാസ്റ്റ് മൂവിയും കൂടിയാണല്ലോ. നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. സിനിമയുടെ ഫസ്റ്റ് തൊട്ട് സിനിമ ലാസ്റ്റ് തീരണ വരെ ഇത്രയും കുറെ ചിരിച്ചൊരു പടം ആദ്യമായിട്ടാണ് കേട്ടോ. ഈ കുറെ ഇതില് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ലച്ചുവിന് സിനിമയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മിക്കപ്പോഴും, അതായത് ഇപ്പൊ കുറെ ആയിട്ട് സമയമൊന്നും കിട്ടാറില്ല. ഇന്നലെ ഞങ്ങള് പോയി. ഞാനിപ്പൊ അരിയണത് നമുക്ക് ഇങ്ങനെ കാച്ചി ഒഴിക്കാനാണ് കേട്ടാ. സേതനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, സേതേട്ടൻ എന്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോണ്ടല്ല, ഇവിടെ ഉറുമ്പുണ്ടെങ്കിൽ അതിനോട് കൂടി പറയുന്നുണ്ടല്ലേ എന്ന്. അങ്ങനെയാണ്. എന്തെങ്കിലും കാണിക്കും. ഫോൺ വിളിക്കുമ്പോ ഇങ്ങനെ നടന്ന് സംസാരിക്കണം. അങ്ങനെയുണ്ടോ ചില ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അതായത് ഇരിക്കൂല, ഇങ്ങനെ നടക്കണം. നമുക്കിനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ തേള നമ്മൾക്ക് വന്നിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുക്കാം. സ്രാവ് ഇട്ട് കൊടുക്കണേന്ന് കേട്ടോ. അതാ ഏറ്റവും ലാസ്റ്റ് ഇടണം. എന്താന്ന് വെച്ചാ അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോവും. ഇത്രയും വറക്കാൻ വെക്കാട്ടോ. ഉപ്പ് ഞാൻ ഒരു ലേശം ഇട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാ പോയി ഉപ്പിട്ടത്. എന്താന്ന് വെച്ചാ ഈ മീനിൽ ചിലപ്പോ ഉപ്പുണ്ടാവേ, ഉണക്കമീനല്ലേ. ഇത് ഇനി ഒന്ന് തിളക്കട്ടെ കേട്ടാ.
എത്ര പ്രാവശ്യം വർത്താനം പറഞ്ഞ ഞാൻ എന്തോരം നിങ്ങളോട് പറഞ്ഞു ഒന്ന് മാനേജ് കീപ്പ് ചെയ്തൂടെ. അന്ന് ആ റൂം അടച്ചിട്ട് ഇപ്പൊ ഞാൻ ചെയ്ത് തന്നെ വീഡിയോ എടുക്കണെങ്കിൽ അച്ഛൻ ഫോണിൽ വർത്താനം പറഞ്ഞ എന്തൊക്കെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പോ. ഞാൻ എന്താ ചെയ്യ, കറി അടുപ്പത്ത് വെച്ചു പോയി. സോറി അല്ലെങ്കിൽ പറയണം വീഡിയോ എടുക്കണ്ടെന്ന് പറയാം. അതൊക്കെ ഞാൻ പറഞ്ഞു. അതല്ല ഞാൻ പറയണത്. ഒരു കാര്യം പറയുമ്പോ ഞാൻ ചെയ്തിട്ട് അവിടെ പോയി വാതിൽ അടച്ചിട്ട് അപ്പൊ ഞാൻ ചെയ്തിട്ട് ഇവിടെ കോള് വിളിക്കുമ്പോ അങ്ങനെയല്ലേ. അപ്പൊ ചെയ്തിട്ട് അച്ഛനെ വഴക്ക് പറയാറുണ്ടല്ലോ റേഡിയോ ഓഫ് ചെയ്തെന്നൊക്കെ പറഞ്ഞേ. പിന്നെ ചെയ്തന്റെ ക്ലൈന്റ് അവിടെ പോരാ എല്ലാം. നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഈ കറിന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അല്ല ഇതിലോട്ടല്ലേ വെച്ചേക്കണേ. ഞാൻ അങ്ങനെയായിരുന്നു വെച്ചോണ്ടിരുന്നത്. ഇത് ഒരു കുറുകിയ ടൈപ്പ് കറിയാണ് കേട്ടോ. വെള്ളം പോലത്തെ കറിയല്ല, ഒരു കുറുകിയിരിക്കും. ഉപ്പ് കുറവാ, ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇത് തന്നെ കറി. ഈശ്വരാ, ഞാൻ അമ്മേനെ ഒന്ന് വിളിച്ചു വെക്കണം. നോക്കട്ടെ എന്നെ നിങ്ങൾ കണ്ടോ. കുറച്ച് നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാരോടും ഞാൻ വീഡിയോ എടുക്കുമ്പോ മിണ്ടാതിരിക്കും, ഒരാള് പോലും കേൾക്കൂല കേട്ടാ. ഈ കറി ഞാൻ യൂട്യൂബില് സെർച്ച് ചെയ്ത് നോക്കിയിട്ടേ ഇല്ല ഇങ്ങനത്തെ ഒരു കറി ഉണ്ട്. ചിലപ്പോ ഉണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. റെസിപ്പി ഉണ്ടെങ്കിലും റെസിപ്പി ഞാൻ എന്റെ അമ്മയുടെ നിന്ന് വാങ്ങിയതാണ് കേട്ടാ. അപ്പൊ എനിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കും യൂട്യൂബിൽ ഇങ്ങനത്തെ കറി ഉണ്ടോ, അവരെങ്ങനെയാണ് വെക്കണത് എന്നുള്ളതൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ഇതൊന്നും നിങ്ങളൊന്നും കൂടെ സൂം ചെയ്ത് കാണിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ കറി ഇരിക്കണത് കേട്ടാ. അമ്മേനെ വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചാ എന്താ പറയാ, എന്റെ ഫോണിലാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇനി ചോദിക്കാൻ പറ്റൂല. നമുക്കിനി താളിച്ചെടുക്കാം. അമ്മ ഈ വീഡിയോ കാണൂട്ടോ. എന്തെങ്കിലും ചിലപ്പോ പറയും അമ്മ ഇങ്ങനെയല്ല അങ്ങനെ. അമ്മ പറയും ഞാൻ പറഞ്ഞു തന്നെ പോലും നീ ചെയ്യൂല എന്ന് എപ്പോഴുള്ള പരാതി അമ്മയ്ക്ക്. അപ്പൊ ഇത് നമ്മുടെ ഇത് ആയി വന്നിട്ടുണ്ട്. ഇനി അധികം കരിയാൻ നിൽക്കണില്ല, ഇങ്ങനെ വെച്ചിട്ട് ഒഴിക്കാം. അപ്പൊ നിങ്ങക്ക് കാണാലോ. കണ്ടോ, കുറച്ച് കരിഞ്ഞ ഇല്ലാട്ടാ. അയ്യോ, എനിക്ക് ഇവിടെയൊക്കെ ക്ലീൻ ആക്കണം. എനിക്ക് ഈ ഒച്ച കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ പോലെയാണ് ഈ ഒച്ച കിട്ടിക്കഴിഞ്ഞാൽ കറിയൊക്കെ അടിപൊളിയായി. സ്വയം ഒരു തോന്നൽ. നമ്മുടെ കറി സൂക്ഷിക്കണം. ഇതാണ് നമ്മുടെ കറി. ഇനി ടേസ്റ്റ് ഞാൻ ചോറിനുമ്പോ പറയാം. ഇത് ഇങ്ങനെ ഇരിക്കണം കേട്ടാ, വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല, ഇതുപോലെ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അതേ ഉണക്കമീൻ ഉണ്ട്. ഇപ്പുറത്തേക്ക് അമ്മ വെക്കണ പോലെ അത്ര ഇല്ല, എന്നാലും ഇനി ചെയ്തന്നാണ് പറയേണ്ടത്. നല്ല മൈക്കോണല്ലേ? ഓണ ചെയ്തന്റെ ഓണ പറഞ്ഞോ. ഇങ്ങനത്തെ കറിയൊന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് സൈഡിൽ ഒഴിച്ചാൽ മതി. എന്നുവെച്ചാ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് കൂട്ടാലോ. ഈ പ്ലേറ്റിൽ അറ്റ് പ്രസന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ദിസ് വൺ. ഫസ്റ്റ്, സെക്കൻഡ് സ്രാവ്, ആദ്യം പയറ്, സ്രാവ്. അപ്പൊ ഇത് കഴിക്കാൻ കേട്ടാ. കഴിയട്ടെ? സ്രാവ് സ്രാവ് ബീഫ് പോലെ ഉണ്ടല്ലോ.
സ്രാവ് കൊള്ളാം. ഈ കറി എനിക്ക് അത്രയ്ക്കൊരു ഗുമാളിറ്റി ആയിട്ട് തോന്നിയില്ല. ഞാൻ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞായിരുന്നു സേതന് ഇഷ്ടാവൂല എന്നുള്ളത്. സേതന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അതെനിക്കറിയാം. എന്തൊക്കെ കൂട്ടുകാരെ സേത കഴിക്കുള്ളൂ എന്നുള്ളത് അറിയാം. ഇങ്ങനത്തെ കറിയൊന്നും സേതൻ കഴിക്കൂല. ഇതെനിക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ. ഇതെന്റെ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അമ്മ ഉണ്ടാക്കുന്ന അത്ര എനിക്ക് വന്നില്ല. ഇതാ എവിടത്തെ കറിയാന്നറിയോ ചേട്ടാ? ഇത് ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല. ഇത് പണ്ട് ഞാൻ നാട്ടിൽ പോകുമ്പോ എന്റെ അച്ചാച്ചൻ, അമ്മയുടെ അച്ഛനില്ലേ, അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമുള്ള കറിയത്. ഞങ്ങള് വീട്ടിലുണ്ടാകും. അമ്മയ്ക്ക് അധികം ഇഷ്ടമല്ല. ഇന്നാള് ഞാൻ പറഞ്ഞിട്ട് ഒരു ദിവസം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വേണമെങ്കിൽ തരാട്ടാ. പയറാ മറ്റേതുണ്ട്, തൈരുണ്ടാ? തൈരില്ല. ഇപ്പൊ സേതന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ മോശം എന്നല്ല പറഞ്ഞത്, എനിക്ക് എന്റെ കൊള്ളില്ലാത്ത കറി എന്നുള്ള രീതിയിലാ പറഞ്ഞത്. ടേസ്റ്റ് പിടിച്ചിട്ടുള്ളൂ. ഓരോരുത്തർക്കും ഓരോ മിക്കവർക്ക് ചില മീൻകറികളുടെ പല ടേസ്റ്റ് പല ആൾക്കാർക്കും പിടിക്കുന്നില്ല. ഇത് ഞാൻ വീഡിയോയുടെ തുടക്കേ പറഞ്ഞു ചെയ്തിട്ടൊന്നും കൂട്ടിയിട്ടില്ല. എനിക്കത് കഴിക്കൂല എന്നുള്ളത്. ഞാൻ കഴിക്കട്ടെ. പിന്നെ വല്ലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ഉണ്ടാക്കണ്ടേ? എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി നമുക്ക് വല്ലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കണ്ടേ? അതാരും കൂട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല. അപ്പൊ ബൈ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് കട്ട് ചെയ്യോ?